ഹായ്, ഞാൻ അനിത. ഞാൻ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. എനിക്ക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരിയിൽ ശരിക്കത് ഓരോരോ വീഡിയോ ഷോർട്സൊക്കെ ഇട്ടു. ഇപ്പം 102ാമത്തെ ആയി ഇന്നത്തെ അടക്കം. അപ്പോൾ അത് കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. 150 പോലും തികഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും എനിക്കൊരു ഭയങ്കര അഭിമാനം. ഞാനത് ചെയ്തുല്ലോ. ആദ്യമൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മളല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിൽക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്തു എന്നുള്ളൊരു അഭിമാനം ഉണ്ടായി. പിന്നെ ഞാനൊരു വീട്ടമ്മയാണ്. എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട് നോക്കാൻ. മോളുണ്ട്. മോള് പഠിക്കുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം, കുട്ടീനെ നോക്കണം, വീട്ടിലത്തെ പണി ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞഹങ്കാരം നമുക്കുണ്ടാവില്ല. എവിടെ എത്തിയിട്ടില്ലെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ എത്തും, കുറേ വീഡിയോ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇടാൻ കാരണം പിന്നെ അടുത്തത് എന്താ വെച്ചാൽ, ഞാൻ 49ാമത്തെ വയസ്സിലാണ് +2 എടുത്തത്. ഇപ്പോൾ ഡിഗ്രി ചെയ്യാണ്. പിന്നെ ഒരു വർഷമേ വെറുതെയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രി 3rd സെമ്മിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അസസ്മെൻറ്റ് കഴിഞ്ഞു. ഓഗസ്റ്റിൽ സെമ്മുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രായം അതിനൊരു തടസ്സമല്ലാന്ന് ആണ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ വീട്ടിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കേട്ടാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, പ്രായമായി നാണാവില്ലേ, ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ തോന്നുന്നവർക്ക് കൂടി ഒരു വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ആദ്യമായിട്ട് ഇത് എവിടുന്ന വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. എന്നാൽ എനിക്ക് ചെയ്തപ്പോൾ എനിക്കതൊരു അഭിമാനം, അഹങ്കാരം. നമ്മൾ ചെയ്തതല്ലേ, അപ്പോൾ പറ്റും എന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് ആഗ്രഹം, ഞാൻ ഡിഗ്രി ചെയ്തു. അപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷനൊരു പ്രത്യേക ഇതുണ്ടല്ലോ. നമുക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പറയാനും ചെയ്യാനും പറ്റും എന്നുള്ളതിന് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ. ഈ ഏജ് പ്രശ്നമല്ല എന്നുള്ള ആ ഉദ്ദേശിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും മടി പിടിച്ചിരിക്കേണ്ട, എന്തിനും നമുക്ക് പറ്റും എന്നൊക്കെ അറിയിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു ഡിഗ്രി പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലയെന്ന് തോന്നും. പക്ഷെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും, ഉണ്ട്. അതാണ് എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നമുക്ക് എന്തിനും ഏതിനും ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു മടി തീരും നമ്മുടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏജോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോ കുട്ടിയോ ഒരു തടസ്സമല്ല. അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതായത് അവനവന് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് എല്ലാത്തിനും ഒന്നിനും തടസ്സമാവില്ല. എല്ലാത്തിനും ഒരു നല്ല തുടക്കമാവും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചൊക്കെ പറയാനുണ്ട്. അതിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ അംഗീകരിച്ചെങ്കിലല്ലേ, അല്ലെങ്കിലും ഞാൻ ഇടും. കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ. എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ഒന്ന് കേട്ടാൽ നല്ലതല്ലേ. എൻ്റെ അറിവിൽ തന്നെ കുറേ പേരുണ്ട് ഒന്നും ചെയ്യാൻ എന്താ ചെയ്യുക ആൻറ്റി, അല്ലെങ്കിൽ എന്താ ചെയ്യുക ചേച്ചി ഇതൊക്കെ ചെയ്യൂല, ഇതെങ്ങനെയാണ് പറ്റണേ, ഈ പ്രായത്തിൽ എത്ര പണിയാണ്, വീട്ടിലത്തെ പണി ഇപ്പോൾ എത്ര പണിയൊന്നുമില്ല എന്നാലും ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണു ഇത് ചെയ്യണു ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നില്ലേ സ്വന്തമായിട്ട്. അതുപോലെ എല്ലാവർക്കും ഞാൻ ഡ്രൈവ് ചെയ്യും. അത് പുതുമയല്ല, എന്നാലും ഈ പ്രായത്തിൽ ഞാൻ എവിടെ വരെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്തു പോകും കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ചിലർക്ക് തോന്നും ഇവിടെ എന്തൊരു അഹങ്കാരം പറയണത്. അഹങ്കാരമൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഇനിയിപ്പോൾ അതിന് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കളിയാക്കിയാലും നമ്മളതും കേൾക്കണം, എന്നാലും കുഴപ്പമില്ല. അതിപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരമാവണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. ബൈ.